പാലിന് പൈസ തരാൻ പറഞ്ഞ അച്ഛൻ. കൃഷ്ണേട്ടാ, തൊഴിൽ വാർത്തേന് ഇടണ്ട കേട്ടോ. എന്താ മോളെ, പൈസേന്റെ കാര്യാ? രണ്ടും മടുത്തു എനിക്ക്. അങ്ങനെ പറയല്ല മോളെ, ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അച്ഛൻ മക്കളെ പഠിപ്പിച്ചത്. അത് മറക്കരുത്. നിങ്ങൾ രണ്ടാളൊരു വഴിക്കാലേ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും. ഇനി അതല്ല പൈസേന്റെ കാര്യമാണെങ്കിൽ മോക്കൊരു ഉദ്യോഗമാവുന്നവരെ ഞാനിന്ന് നിർത്തില്ല. പോരെ? നീ ഇതുവരെ റെഡിയില്ലേ? 10 മണിക്ക് അവരും എത്തൂ. നാട്ടുകാരെല്ലാം നല്ല നാട്ടുകാരാ. നിങ്ങൾക്ക് അങ്ങനെ മോശം ഞാൻ കാണിച്ചു. നമസ്കാരമുണ്ടേ. ഹലോ. ഇതാണ് ചെക്കൻ്റെ കാരണം. ഇരിക്കും. ഇത് ചെക്കൻ്റെ വെല്ലിച്ച. ഇത് ചെക്കൻ. പിള്ളേർക്ക് ഇഷ്ടമായ പിന്നെ വെച്ച് നിർത്തണം. ഒരു സർക്കാർ ജോലിയുള്ള പെണ്ണിനാ ഞങ്ങൾ ആഗ്രഹിച്ചത്. പിന്നെ എല്ലാം പഠിച്ചവൻ്റെ കയ്യിലല്ലേ, നടക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് പെണ്ണിനെ വിളിക്കാം. ഓളെ ഗോപികേ, ഗോപികേ മോളെ, ഇതാന്ന് ചെക്കൻ. നല്ലോണം നോക്കിക്കോളേ. അവളോട് എന്തെങ്കിലും സംസാരിക്കണുണ്ടെങ്കിൽ എല്ലടാ, വെള്ളം പിന്നെയും കുടിക്കാം. വിദ്യാഭ്യാസമുള്ള പെണ്ണ. ജോലി എന്റെ പേര് അതുൽ. ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അറിയാം. ഇയാൾ എന്ത് ചെയ്യുന്നു? ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ, പക്ഷെ ഒന്നും ശരിയായില്ല. ഓ, അത് കുഴപ്പമില്ല. എല്ലാം കൂടെ ഒരു 10 സെന്റ് ഉണ്ടാവില്ലേ? ഓ, ഉണ്ടാവും. ഇയാൾ എനിക്ക് ഇഷ്ടമായി. ബാക്കിയൊക്കെ ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. ഓക്കെ, ശരി, ബൈ. നിങ്ങളങ്ങോട്ട് നടക്കേ, ഞാൻ ഇപ്പൊ വരാം. വണ്ടിക്കൂലി ഇങ്ങോട്ട് എന്തെങ്കിലും താടേ. ഗോപി. ഓ, നീ പണിക്കൊന്നും പോയില്ലല്ലോ, ഞാനത് മറന്നുപോയി. എന്നാ ശരി. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയെന്നു. ഹലോ, ആ പറ. നിർത്തടി മനുഷ്യനെ പ്രാന്താക്കാൻ. എന്തായിട്ടുണ്ടായേ? അങ്ങനെ അതും മുടങ്ങി. എന്താ, കൊല്ലപ്പണിക്കാരത്തെ അത്രക്ക് ഫേമസ് ആണല്ലോ. ഈ പണ്ടാരം നിർത്തി വേറെ ജോലി നോക്കാൻ പറഞ്ഞാല് അതൊക്കെ പറ്റൂല. സാരില്ല, പോട്ടെ. നട്ടലുള്ള ആണൊരുത്തൻ എവിടെയെങ്കിലും ഉണ്ടാവും. എന്താ? ആ,
കാത്തിരുന്നോ, നാളെ തന്നെ വരൂ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ ആലയിലെ പണി കൊണ്ടാ ഈ വീട് കഴിഞ്ഞു പോണത്. അറിയോ, എന്നെ കെട്ടിക്കാൻ എന്റെ പൊന്നങ്ങൾ എന്ത് ഉണ്ടാക്കിയേ? അതും ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ്ടേ? ശരി, ഞാൻ ഈ പണി നിർത്താം. വലിയ പഠിപ്പിന്റെ തലക്കനെ മാറ്റിവെച്ച് ആദ്യം വല്ല പണിക്കുമ്പോ എന്നിട്ട് പറ. മതിയാക്കടി, മര്യാദക്കുള്ള പണിയും കളിച്ചില്ലേ പിന്നെ ഇതിനുള്ളിൽ ഓളൊരു കുലത്തോ ഇല്ല. മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അത് ഞാൻ സഹിച്ചോളാം. എന്നെക്കുറിച്ച് ഓർത്ത് എൻ്റെ ഏട്ടൻ വേവലാതിപ്പെടണ്ട. ഈ വീടിന്റെ 4 ചുവരുകൾക്ക് ഉറപ്പുള്ളിടത്തോളം കാലം എന്നെ നോക്കാൻ എനിക്കറിയാം. ഹലോ, നീ വന്നാ? എന്താ വലിയ സന്തോഷത്തിലാണല്ലോ? ഇതൊന്ന് വായിച്ചു നോക്ക്. എന്താ? വായിച്ചു നോക്കേട്ടാ. മേ ഐ കം ഇൻ? യെസ് കം ഇൻ, പ്ലീസ് ഇറ്റ്. താങ്ക് യു സർ. തന്നോടൊരു ഗുഡ് ന്യൂസ് പറയാനാണ് വിളിപ്പിച്ചത്. എന്താ സർ? കഴിഞ്ഞ 2 മാസമായി തൻ്റെ പെർഫോമൻസ് നോക്കുകയായിരുന്നു. അതെ, മാനേജർ പോസ്റ്റിലേക്ക് തനിക്കൊരു പ്രൊമോഷൻ വിത്ത് മോർ സാലറി. സർ, ഞാൻ അതൊക്കെ ഞാൻ വിചാരിച്ച ഈസി അല്ലേ ഗോപിക? ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ മോളെ? പച്ചിരുമ്പ് ചതുക്കുന്ന കയ്യായത്. അച്ഛാ, മോളെ, ഇനി ഇതിൻ്റെ പേരിൽ അവളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ആശിച്ച് കിട്ടിയ ജോലി പോയതിൻ്റെ സങ്കടം ഇനിയും അവൾക്ക് തീർന്നിട്ടില്ല. PSC ലിസ്റ്റ് കയറിയിട്ട് 7ാമത്തെ കൊല്ല. ആ പ്രതീക്ഷയും പോയി. UAE കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച അവർ വിളിച്ചിന്. ഗോപിക്ക് ഒരാളുടെ കയ്യിലേൽപ്പിക്കാതെ എങ്ങനെ പുറന്നാട്ട് പോയി മനസ്സാനത്ത് നിൽക്കുക? ഡാ, ഒക്കെ നേരെയാവും. പടച്ചോനൊരു ലിസ്റ്റ് ഉണ്ട്. സമയമാവുമ്പോൾ അത് മുമ്പ് കൊണ്ടുതരും. നീ നോക്കിക്കോ. കോഴ്സ് കഴിഞ്ഞ് 5 വർഷമായിട്ട് ഇതൊരൊന്നും ശരിയായില്ലേ? ഒന്നും ശരിയായില്ല. ട്രൈ ചെയ്യുന്നുണ്ട് സർ. நீங்க ஃப்ரெஷ்ஷு தானே? அப்படி இல்லைப்பா, இப்போ ஏதாவது வேலை இருக்கா? ஐ மீன் பார்ட் டைம் ஜாப்? ഞാനൊരു ബ്ലാക്ക് സ്മിത്ത് ആണ്, ട്രഡീഷണലി. ബ്ലാക്ക് സ്മിത്ത്? ഓ, കൊല്ലപ്പണി. ഇതും പറഞ്ഞ് നടക്കല്ലേ, കമ്പനീൻ്റെ ഇമേജ് പോവും. ഇല്ല സാറേ?
ശരി, വിളിക്കാം. ഒരു തുക ബോണ്ട് ആവശ്യപ്പെടും. താല്പര്യമുണ്ടെങ്കിൽ വരാം. ശരി സർ. ആ, നീ വന്നാ. ഇതൊരു ചൂട്. ഓ, വല്ലാത്ത നീറ്റൽ. സാരമില്ല. മറ്റുള്ളവരുടെ ആധാരം പറ്റി കുത്തുവാക്കൾ കേട്ട് ജീവിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്നൊരു നീറ്റലുണ്ടല്ലോ, അതിനേക്കാൾ എത്ര ഭേദ ഇത്. ഇനി എൻ്റെ കുട്ടി ആലക്കാരണ്ട. മോളെ നിന്നെ, നാളെ നിന്നെ കാണാൻ ഒരു ടീം വരുന്നുണ്ട്. നടക്കും. ദാ ഭഗവതിയാണ്, നടക്കും.